അവരെ കൂട്ടിക്കൊണ്ടേയിരിക്കും. വേദിയിൽ ഒന്നാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി ലഭ്യമാകുന്നു. പ്രിൻസിപ്പൽ പുതിയ വൈസ് പ്രസിഡന്റ് എത്തിക്കണം. അട്ടപ്പാടിയുടെ തനത് കലം വീട്ടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീശൂരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ട്രസ്റ്റ് പോലെ ഒരു കമ്മിറ്റിയാണ് നടത്തുന്നത്. ആ കമ്മിറ്റിയിൽ 9 ആൾക്കാരുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരാൾ പ്രസിഡൻറ്റ്, ഒരാൾ വൈസ് പ്രസിഡൻറ്റ്, ഒരാൾ സെക്രട്ടറി. അപ്പോൾ പ്രസിഡൻ്റ് ഇപ്പോൾ മിസ്റ്റർ രാധാകൃഷ്ണനാണ്, സെക്രട്ടറി ഈ സേതുമാധവനാണ്, വൈസ് പ്രസിഡൻറ്റ് വിഷ്ണു. ശ്രീശൂരം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 1951 സ്ഥാപിച്ച നമ്മുടെ ശ്രീശൂരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTA അംഗങ്ങളുമാണ് നമുക്കുള്ളത്. ഇപ്പോൾ മാനേജർ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. PTA പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ A മുരളീധരൻ സാറാണ്. ഈ വിദ്യാലയത്തിൻ്റെ മികവുകളും നേട്ടങ്ങളും പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ വർഷം 63ാമത് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ നടത്താൻ സാധിച്ചു. ഈ കലോത്സവത്തിൽ 18 ഇനങ്ങളിലായിട്ട് 50 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന കായികമേളയ്ക്ക് 18 കുട്ടികൾ പങ്കെടുത്തു. അതിൽ 6 പേർക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ശാസ്ത്രോത്സവത്തിനാണെങ്കിലും പങ്കെടുത്ത 3 പേർക്കും സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത 3 പേർക്കും A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. പ്രഭാഷണം അർച്ചിത 8ാം ക്ലാസ്. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് 44 പോയിന്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 20 പോയിന്റും നിരഞ്ജൻ മോഹനായിരുന്നു എന്നതേറെ അഭിമാനകരമായ സംഗതിയാണ്. വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന
വ്യത്യസ്ത ക്ലബ്ബുകളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു IED ലാബുണ്ട്. പാലക്കാട് ജില്ലയിലെ തന്നെ മികച്ച ഒരു IED ലാബാണ് നമുക്കുള്ളത്. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫിസിയോതെറാപ്പി സംവിധാനം കൂടി ഇവിടെ നടത്താറുണ്ട്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള 35ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പരിഗണനയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 12 വർഷത്തിലധികമായിട്ട് ഒരു റിസോഴ്സ് റൂമും പ്രവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ചെർപ്പളശ്ശേരി BRCയുടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ഒരു സ്പെഷ്യൽ കെയർ സെൻ്ററായിട്ട് കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. ഈ സ്കൂളിലെയും ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ആയിട്ട് 10-16 കുട്ടികൾ തെറാപ്പിക്ക് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. 2022 കൂടി പ്രവർത്തനം ആരംഭിച്ച അഡൽട്ട് ടിങ്കറിംഗ് ലാബ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ ഒരു ലാബിൽ കുട്ടികൾക്ക് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൽ 2022 മുതൽ പ്രവർത്തിച്ചു വരുന്ന ലാബാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നീതി ആയോഗിൻ്റെയും ആഭിമുഖ്യത്തിൽ നമുക്ക് ലഭ്യമായതാണ് ഈ ലാബ്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ തൽപരരായ കുട്ടികളെ കണ്ടെത്തുക, അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക, പരിശീലനം നൽകുക, ഇതൊക്കെയാണ് ഈ ലാബിൻ്റെ ലക്ഷ്യം. ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയിൽ ഊന്നിയുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ആയിരത്തി 1951 ഈ നാട്ടിലെ ഒരുപാട് പേരുടെ സുമനസ് കാരണം നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഉണ്ടാക്കിയ ഈ ഹൈസ്കൂൾ 2000 അപ്ഗ്രേഡ് ചെയ്ത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ആയി മാറി. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ, കരിയർ ഗൈഡൻസ് പോലത്തെ ഒരുപാട് മാതൃകാപരമായ ക്ലബ്ബുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. NSSൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും ചേർന്ന കാരുണ്യ സ്പർശമായി 2 കുട്ടികൾക്ക് നമുക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങൾ ഈ നല്ലവരായ നാട്ടുകാരുടെയും ഈ സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും നമ്മുടെ എന്തിനും സഹായിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെയും PTA എല്ലാവരുടെയും സഹായത്തോടുകൂടി ഒരുപക്ഷെ ജില്ലയിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാമതാവാൻ അല്ലെങ്കിൽ മാതൃകാപരമാവാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യപ്രവർത്തനങ്ങളാവട്ടെ +1 +2 കുട്ടികൾ ആകെ നമുക്ക് 600 കുട്ടികളാണുള്ളത്. അതിൽ സെക്കൻഡ് ഇയർ കുട്ടികൾ 300 കുട്ടികൾ എഴുതുന്നതിൽ 51 പേർക്കും ഫുൾ A+ നേടി. ഒരുപക്ഷെ 6-1 പേർക്ക് ഫുൾ A+ നേടി നല്ലൊരു അക്കാദമിക നേട്ടം കൂടി നമ്മുടെ വിദ്യാലയത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ്, PTA, ഇവിടുത്തെ ജീവനക്കാർ, നല്ലവരായ രക്ഷിതാക്കൾ എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ചിട്ടയായ പരിശീലനം, കഠിനാധ്വാനം, എല്ലാം അച്ചടക്കം എല്ലാം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും ഈ കുട്ടികൾക്ക് വരും തലമുറയിൽ ജീവിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ എന്താണോ അതിന് പാകത്തിന് ഉതകുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ കൊയ്യാൻ സഹായിക്കട്ടെ എന്നു ഈ വേളയിൽ ആശംസിക്കുന്നു. 2024-25 അധ്യയന വർഷത്തെ കായിക മേളയിലെ ആദ്യ ഇനമായിട്ട് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെയാണ് സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങിയത്. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നമ്മൾ ജൂണിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംസ്ഥാനതല മത്സരങ്ങൾ നമ്മുടെ സ്കൂൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. അതിനുശേഷം സബ് ജില്ലാ ഫുട്ബോൾ, ക്രിക്കറ്റ്,
എന്നീ മത്സരങ്ങളും അതിനൊപ്പം ബാഡ്മിൻ്റൺ, കരാട്ടെ എന്നീ മത്സരങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിന് നല്ലൊരു നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത്ലറ്റിക്സ് മീറ്റിലും ഇപ്രാവശ്യം കൂടുതൽ പോയിന്റുകൾ നേടി നമുക്ക് 4ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്രാവശ്യം നമ്മുടെ അത്ലറ്റിക്സിൽ നമുക്ക് 2 പേര് സംസ്ഥാന തലത്തിൽ മത്സരിക്കുകയും ഒരാൾ നാഷണൽ ലെവൽ വരെ പോകാൻ അവസരം ലഭിക്കുകയും ചെയ്തു. സബ് ജൂനിയർ വിഭാഗത്തിൽ നാഷണൽ ഇപ്പോൾ റാഞ്ചിയിൽ വെച്ച് നടക്കുന്ന നാഷണൽ മീറ്റിന് അർഹത നേടി. ജനുവരിയിലാണ് മത്സരം വരുന്നത്. അതിനുള്ള അർഹത നേടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ സംസ്ഥാന കായികമേളയോടനുബന്ധിച്ച് 6ഓളം പേർക്ക് സംസ്ഥാന തലത്തിൽ 6ഓളം പേർക്ക് ഗോൾഡ് മെഡൽ നേടാനായി. അതിനു പുറമെ ഇനി അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഊർജ്ജസ്വലമായി അടുത്ത വർഷവും നമ്മൾ ഗെയിംസിലും അത്ലറ്റിക്സിലും കൂടുതൽ ആളുകളെ സംസ്ഥാന തലത്തിൽ പുറമെ നാഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് കൊടുക്കുന്നുണ്ട്. അത് മാനേജർ തെളിവേലഴകും ലല്ലല്ല, മഴയുടെ കുളിരും ലല്ലല്ല, മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം, കളിച്ചിരിയുണരും ഉണരും വഴികളിൽ ഒഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പുണ്യഹാരം, ഹാരത്തുണരും നേരം കാണും മലരും, രാവിൽ കുഴലൂതുന്നൊരു കാണാക്കുയിലും, അരികിൽ വരും കഥ പറയും കനവുകളോ ചിറകണിയും. കാണാതെ മേലാകെ ജലകണമെറിയും, മഴയുടെ കളിവാക്കിൽ അടിമുടി നാലയും, ഈ മണ്ണിലാ നീർത്തുള്ളികൾ ഉതിർന്നെത്തി അലിഞ്ഞെത്തി പുതുമണമുയരും, കരളിൽ ഒരു കുളിരുണരും. ആദ്യാനുരാഗത്തിൻ പുതുമഴമണികൾ ഇരുമനസിൻ താളിൽ നനവുകളെഴുതി, ആ കണ്ണിലും ഈ കണ്ണിലും 1000 നിലാവിന്റെ തിരനുരയൊഴുകി, പടവുകളിൽ പുഴ കയറി പ്രണയികളറിയും കരളിലേതളിൽ വിണ്ണിൽ നിന്നുതിരുന്നൊരു മഹാദം, ഇലയിൽ തെളിയും മലരിൽ വിരിയും പൊന്നിൻ പുലർക്കാല സല്ലാപം, കാണുന്നതിനെല്ലാം ഒരു ചേലും നിറവും, കേൾക്കുന്നതിനെല്ലാം ഒരു പാട്ടിൻ ശ്രുതിയും, അവനുണരും അവൾ വിരിയും ഇരുപുഴയായിടതളരും. കൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമേഖലയിൽ ഒട്ടനവധി വിജയങ്ങൾ ഈ വർഷം കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഒരു കലാധ്യാപകൻ എന്ന നിലയിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മൾ ഓവറോളായിട്ട് നിൽക്കുന്നുണ്ട്.
നിലവിൽ ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാമതാണ് നമ്മുടെ വിദ്യാലയം. നിങ്ങളുടെ ആദ്യം തീർന്നില്ലേ? അല്പസമയം മുമ്പ് ഇവിടെ പെയ്തൊലിച്ച മഹാദുരന്തത്തിന് എല്ലാം തുടച്ചു നീക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. വേദിയിൽ ഹൈസ്കൂളിൽ വന്ന് 1ാം സ്ഥാനം നേടിയ HSS ശ്രീകൃഷ്ണപുരം ട്രോഫി ഏറ്റുവാങ്ങുന്നു. ചിത്രകലാരംഗത്ത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകളാണ് നമ്മൾ ഈ വർഷം നടത്തി വന്നത്. ആദ്യം തന്നെ ഫെബ്രുവരി മാസത്തിൽ നിറവസന്തം എന്ന ഒരു അഖില കേരള അടിസ്ഥാനത്തിലുള്ള ഒരു ചിത്രരചന മത്സരം നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഈ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇനി എല്ലാ വർഷവും രാമായണ ചിത്രകഥ ഫാത്തിമസിയ എന്ന പേരുള്ള കുട്ടി രേഖരാമായണം വരച്ച് വളരെ മീഡിയ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ കോൽമുട്ടായി എന്നൊക്കെ പേരുള്ള നിരവധി ചിത്രകലാ ക്യാമ്പുകൾ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വാർലി പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ കുട്ടികളാണ്. പിന്നെ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു മാമാങ്കം ഇവിടെ നടന്നു. കലോത്സവം, ജില്ലാ ലെവലിലുള്ള കലോത്സവം നടന്നു. നമുക്ക് ഈ വർഷം 63ാമത് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ നടത്താൻ സാധിച്ചു.
ഈ കലോത്സവത്തിൽ 18 ഇനങ്ങളിലായിട്ട് 50 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കലോത്സവത്തിലും പൊതുവിദ്യാലയങ്ങളിൽ ഈ വർഷം 1ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. കേഡറ്റുകൾക്ക് നമ്മുടെ സെൽഫ് പോയിന്റിന്റെ സമയത്ത് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് വരും നല്ലൊരു കഴിവ് എല്ലാവരും വളരെ അഭിമാനം നിമിഷമാണ്. ഒരു മാസത്തോളമായുള്ള നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉയർത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ 430 കുട്ടികൾ എഴുതി 430 കുട്ടികളും പാസ്സായിട്ടുണ്ട്. 100% വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അതുപോലെ ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണം നമുക്ക് 97 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വിദ്യാലയത്തിൽ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ ഗൈഡ്സ്, JRC തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റേതായ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടത്തി വരാറുണ്ട്. ഹരിഹരം ഹൈസ്കൂളിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നല്ല അഭിപ്രായമാണ്. ഞാൻ 86, 87 കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ നല്ല പഠിപ്പ്, നല്ല കാര്യങ്ങൾ, ഇപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് നല്ല അടിപൊളിയായി പോയിരുന്ന സ്കൂളാണ്. സ്കൂളിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഞാൻ ആ സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ 86 SLC ബാച്ച് ചെയ്തതുകൊണ്ട് തന്നെ വേറെ മാഷന്മാരൊക്കെ ആയിട്ട് നമ്മൾ നല്ല പരിചയമാണ്. നല്ല മാഷന്മാരാണ് സ്കൂളിൽ. ശ്രീകൃഷ്ണപുരം സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പശ്ശേരി ജില്ലയിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂളാണ്. എഴുതാ കഥ പോലിതു ജീവിതം, വെറുതെ അലിയാമതിലിനിയാഴം, ആർദ്രമായി നിനയാതൊരു നാൾ അത് താരിടും, പതിയെ പതിയെ അത് തേൻ തരും. പറയാതുതിരും അനുമാരിയായി വരളും വഴികൾ തലോടിടും, ചിറകാർന്നുയരെ തെളിവാനിനെ കൈതൊടാൻ പാറിടും, മായാസാഗരം താണിടും. നിലവിൻ കണമായി അത് രാവിലും നിറമായി മണമായി കിനാവിലും, മായാവിരലാൽ മണിവീണയായി മാനസം വീട്ടിടും, ഓർമ്മത്താളുകൾ